സാധാരണക്കാർക്ക് പോലും മര്യാദയ്ക്ക് ബസ്സിലൊന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഈ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയായിരിക്കും ബസ്സിൽ പോകുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് ഇന്നാണെങ്കിൽ ലുലു മോളിലും അങ്ങനെയുള്ള മോളുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാം തന്നെ ആർട്ടിസ്റ്റുകൾ സജീവമായി ഇറങ്ങി നടക്കാറുണ്ട്. അവരോട് ചിലപ്പോൾ ഒന്നൊരു സെൽഫി ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇതിനു മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ആർട്ടിസ്റ്റ് ഒരു പൊതുജന തിരക്കിലോ അല്ലെങ്കിൽ നടു റോഡിലോ നഗരമധ്യത്തിലോ ഒക്കെ വന്നാൽ അവർക്ക് ചുറ്റും ആള് കൂടും. അവരോട് ചിലപ്പോൾ മോശമായി പെരുമാറും, അവരെ അനുവാദമില്ലാതെ തൊടാനൊക്കെ ശ്രമിക്കും. അങ്ങനെയുള്ള പല നടന്മാരുൾപ്പെടെയുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മോളുകളിലും അല്ലെങ്കിൽ തിയേറ്ററുകളിലും ഒക്കെ പോകുമ്പോൾ തങ്ങളുടെ അനുവാദമില്ലാതെ തങ്ങളുടെ ശരീരത്തിൽ തൊടുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ജനങ്ങളെ പറ്റി അല്ലെങ്കിൽ ചില ആളുകളെ പറ്റി പലരും തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണ ഒരുവിധം എല്ലാ പെൺകുട്ടികൾക്കും ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് മോശം അനുഭവങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഒരു ട്രോമയായിട്ട് ചിലപ്പോഴേക്ക് മാറാറുമുണ്ട്. തനിക്കുണ്ടായ അത്തരത്തിലെ ഒരു വലിയ ട്രോമ ഒരു അനുഭവത്തെ പറ്റി മാലാപാർവതി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ സിസ്റ്റമാണ് മാറേണ്ടത് എന്നാണ് മാലാപാർവതി പറയുന്നത്. കാരണം ഇന്നാണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് തുറന്നു പറയാൻ കൂടി പറ്റുന്നത്. നമുക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇയാൾ ഇങ്ങനെ തൊടാൻ ശ്രമിച്ചു, നമുക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പൊതുജനത്തിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാലം അത്രയും മാറിയത് കൊണ്ടാണ്. ഇങ്ങനെ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ജീവിച്ച ആളുകളുണ്ട്. അത്തരത്തിൽ താൻ ഒരു ബസ്സിൽ കയറിയപ്പോൾ തനിക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമവും, എന്നാൽ ആ കണ്ടക്ടറോട് പരാതി പറഞ്ഞപ്പോൾ ഈ സിനിമാ താരങ്ങളെല്ലാം എന്തിനാണ് ഈ ബസ്സിലോട്ട് തള്ളിക്കയറി വരുന്നത് എന്ന രീതിയിൽ റിയാക്ട് ചെയ്തതിനെ കുറിച്ചുമെല്ലാം മാലാപാർവതി ഇപ്പോൾ പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഈ മാലാപാർവതിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയും അവരനുഭവിച്ച ഒരു അനുഭവം അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു മോശം കാര്യത്തെ പറ്റി ഓർക്കാതിരിക്കാൻ തരമില്ല. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാ. മാസം കൃത്യമായിട്ട് വലിയ പൈസയൊന്നും അല്ല എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫുൾ ടൈം അല്ല അവരോട് വർക്ക് ചെയ്യുന്നത്, ഫ്രീലാൻസ് ചെയ്ത. പക്ഷെ ഒരു നിശ്ചിത വരുമാനം എനിക്ക് വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റുന്നത്. സിനിമയിൽ നമുക്ക് പൈസ ഇപ്പോൾ 1,00,000 രൂപയ്ക്ക് നമ്മളെ ഒരു 4 ദിവസത്തെ വർക്കിന് നമ്മളെ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 10 ഇടും, പിന്നെ ഒരു 5 ഇടും, പിന്നെ ഒരു 20 ഇടും, പിന്നെ അതിന് ഡബ്ബിങ്ങിന് തരാമെന്ന് പറയും, പിന്നെ ഒരു വർഷം കഴിയും ചിലപ്പം. അപ്പം നമുക്ക് കൃത്യമായി നമുക്കൊരു വരുമാനം സിനിമയിൽ നിന്ന് കിട്ടാൻ ഇനിയും സമയമെടുക്കും. ഞാനിപ്പോൾ 2009 തുടങ്ങിയല്ലോ, ഇപ്പോൾ 2024 അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷേ ഇന്നും ഫിനാൻഷ്യലി ഞാൻ സിനിമയിൽ നിന്ന് സേഫ് അല്ല. എനിക്ക് മാസം 1-ാം തീയതി വാടക കൊടുക്കാനും അല്ലെങ്കിൽ എനിക്ക് കൂടെ ശമ്പളം ജോലി ചെയ്യുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കാനും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് വേറെ ജോലി ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഡിലെമയാണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റു ജോലിക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഒരു ജോബിന് ആർക്കും പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അല്ല, പക്ഷേ എനിക്ക് ചിലവുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കിട്ടുന്ന പൈസ മുഴുവൻ എനിക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, 2 വീട് നോക്കാനുണ്ട്, അങ്ങനെ പൈസ ചിലവുണ്ട്. എല്ലാം കൂടെ കിട്ടുന്നത് ഇങ്ങനെ തട്ടിമുട്ടി അവിടെ പിന്നെ ഒരുപാട് പൈസയൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല സിനിമയിൽ. നമ്മളെ മിക്കവാറും വിളിക്കുമ്പോൾ നിങ്ങൾ പറയാമെന്നാണ് ഞാൻ പറയാം. നിങ്ങൾ എത്ര രൂപയാണ് പറയുന്നത്, അത് നിങ്ങളുടെ ബഡ്ജറ്റ് പറയാൻ ഞാൻ അതനുസരിച്ച് ചെയ്യാം. അങ്ങനെ പറഞ്ഞില്ലേ നമുക്ക് വർക്കും കിട്ടത്തില്ല. ഈ വർക്ക് എന്ന് പറയുന്ന ഇതൊരു അൺസ്റ്റെബിലിറ്റി. നമ്മൾ കൃത്യമായ എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നാളെ വർക്കിന് വിളിച്ചോളണം ഒരിക്കലും ഇല്ലല്ലോ, അന്ന് തന്നെ പറ്റും. ചോദിച്ചോ അടുത്തെങ്കിലും പൈസ? അടിപൊളി. അല്ല അതൊരു അത് വളരെ എന്താ പറയാ, നമ്മള് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കാണത്. സ്ത്രീകൾക്കൊന്നുമല്ല, പുരുഷന്മാർക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആണും പെണ്ണൊക്കെ ഒരുപോലെ തന്നെ. കാശക്കാരെങ്കിലും ചോദിച്ചു ബാലേട്ടൻ പറയുമായിരുന്നു, എൻ്റെ അടിയന്മാരെല്ലാം കൂടെ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കുകയായിരുന്നു, എൻ്റെ ഏർപ്പാട് ബാലേട്ടൻ ബാലേട്ടോ എൻ്റെ ഏർപ്പാട് കാശ് ചോദിച്ചാൽ പിന്നെ വിളിക്കുകയല്ലോ കേട്ടോ, പിന്നെ ഫോൺ എടുക്കുകയല്ല, വലിയ കുഴപ്പമായി മാറ്റത്തൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. സിനിമ അങ്ങനെയാ എന്ന് വെച്ചാൽ സിനിമയിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് ചോദിക്കുന്നതൊക്കെ അവർക്ക് തരാൻ പറ്റുമോ? അവരൊരു ബഡ്ജറ്റിൽ നിന്നല്ലേ സിനിമ ചെയ്യുന്നത്, പ്രത്യേകിച്ച് മലയാള സിനിമ. ഓടി എന്ന് പറയാം, എത്ര സിനിമ ഓടും. നമ്മൾ ഡിസേർവിങ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ട്. ഈ പറഞ്ഞ പുരുഷന്മാർക്കും സെയിം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അല്ലാതെ സിനിമ നമ്മൾ സാറ്റലൈറ്റ് കിട്ടുന്ന ഒരാളാണ്, നമുക്ക് അത്രയും ഫാൻ ഫോളോയിങ്ങിനുണ്ടെങ്കിൽ കഥ മാറി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, അവർ നമ്മുടെ വീട്ടിൽ പൈസ കൊണ്ട് തരും. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത് മിക്കവാറും ഹീറോയിൻസ് അത്ര തന്നെയല്ലേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ ചെയ്യുന്ന ഈ ക്യാരക്ടർ റോൾസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് എപ്പോഴും കിട്ടിയത് ഭാഗ്യം എന്നുള്ള രീതി തന്നെയല്ലേ ഇപ്പോഴും. അതെ അതെ.
ഒരു സംശയം വേണ്ട. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഈ വരുമാനത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ ഇത് കഴിയുമ്പോൾ ഉദ്ഘാടനം കിട്ടും, അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് കിട്ടും, ഡാൻസും പാട്ടും ഒക്കെ അറിയാമെന്ന് പറയുന്നത്. നമുക്കാണെങ്കിൽ അതും അറിയാൻ വയ്യ, ഡാൻസും പാട്ടും അറിയാൻ വയ്യ, അല്ലെങ്കിൽ സ്റ്റേജ് ഷോയ്സിന് പോയാലും ഒന്നും അങ്ങനെ വരത്തില്ല. അപ്പം എനിക്ക് ഭാഗ്യത്തിന് വേറെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഒരു പ്രഷർ അനുഭവിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ, ഇപ്പോൾ ഷൈനിയൊക്കെ വിളിക്കുമ്പോൾ പറയും, എൻ്റെ പൊന്നും പാറുമ്മ വയ്യ, എന്തൊരു പ്രശ്നമാണെന്ന് അറിയാമോ, വർക്കില്ല, അവർ പൈസ തന്നില്ല, എന്നും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ വിളിച്ചിട്ട് അയ്യോ എനിക്ക് കിട്ടാനുള്ള പൈസ തരുമോ, പൈസ തരുമോ, പൈസ തരുമോ, എന്ന് തരും എന്ന് ചോദിക്കേണ്ടി വരുന്നു, എന്തൊരു ഗതികേടാണെന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അത് ഭയങ്കര സങ്കടമാണ്. കാരണം നമുക്ക് ഇപ്പം കൃത്യമായിട്ടൊരു, ഇപ്പം എൻ്റെയൊക്കെ അവസ്ഥയിൽ ഇപ്പം നമുക്ക് എഗ്രിമെൻ്റ് ഒക്കെ ഒപ്പിടുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് ഇത്ര രൂപ കിട്ടും എന്നെങ്കിലും അറിയാം. മറ്റേ ചില സിനിമയിൽ ചില പൈസ കിട്ടുമോ, തരുമോ, വരുമോ, വിളിക്കുമോ, ഇത് കഴിഞ്ഞ ഡബ്ബിങ് നടക്കും. ചിലപ്പോൾ സിനിമ ഷൂട്ടിങ് കഴിയുമ്പോഴത്തേക്ക് റാപ്പാവും, പിന്നീട് ഡബ്ബിങ് ചിലപ്പോൾ നടക്കണമെന്നില്ല, 1.5 വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്തത്. അത് ഏത് പടമായിരുന്നു ഞാൻ ചെയ്തത്, ആ പടത്തിൻ്റെ ഡബ്ബിങ്, അതിന് പൈസ ബാക്കി കിട്ടാനുണ്ടായിരുന്നല്ലോ, അത് തരാം, എങ്ങനെയെങ്കിലും വന്നൊന്ന് തീർക്കാനുള്ള പുതിയൊരു പ്രൊഡ്യൂസർ വന്നു, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്തോട്ടെ, നമ്മളൊന്നും ചോദിക്കില്ല, നമ്മൾ പോയി ചെയ്ത് കൊടുത്തിട്ട് വരും, അവർ തന്നാൽ വാങ്ങിക്കും. അത് സിനിമ ഇൻഡസ്ട്രിയും കൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴേ നമുക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. നമ്മുടെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്, നമ്മൾ ക്യാമ്പിങ്ങിലായതുകൊണ്ട് ബ്രെഡ് കഴിക്കണോ? ബ്രെഡൊക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതും കൂടെ നടക്കും. ആയിക്കോട്ടെ. ഇപ്പം വരുമാനത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ വരുമാനം മാത്രമല്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന കഥാപാത്രം എന്താണ് എന്ന് പോലും ചില സമയത്ത് ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇനീഷ്യൽ കുറേ കാലത്തേക്ക് ഉണ്ടാവില്ല. ആ ഒരു ഫേസ് ഒക്കെ എങ്ങനെയാണ് ചേച്ചി? നമ്മളത് കടന്നാണല്ലോ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നെ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇങ്ങനെ ഒരു ഇമേജ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്നെ പൊതുവെ വിളിക്കുന്ന ഡയറക്ടേഴ്സ് ഡയറക്റ്റ് ആയിട്ടാണ്. എനിക്ക് വന്നിട്ടുള്ള കോളുകൾ 75% ഡയറക്ടേഴ്സാണ് വിളിക്കുന്നത്, ഇങ്ങനൊരു ഇതുണ്ട്. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പരിചയം, ഇപ്പം ഗോദ വിളിക്കുന്നത് മനോജ് പൂങ്കുന്നാണ്. അപ്പം അത് പറഞ്ഞ് ഇങ്ങനെ ഒരു ടീച്ചറിൻ്റെ ക്യാരക്ടറാണ്, പറഞ്ഞു ചേച്ചിങ്ങ് പോരാ, നല്ലതാ. അപ്പം എനിക്ക് അയാളുടെ പുറത്തുള്ള വിശ്വാസം, എനിക്ക് അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള വിശ്വാസം കൊണ്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്, അത് ദോഷവും വന്നിട്ടില്ല. അത് അതേസമയം ഇങ്ങനെ അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോയ സിനിമയിൽ നമുക്ക് താമസിക്കാൻ പോലും കറക്റ്റായിട്ടുള്ള സൗകര്യം കിട്ടാതെ ബുദ്ധിമുട്ടി തിരിച്ചു പോകുന്ന ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട് ഷൂട്ട് നിർത്തിയിട്ടല്ല, തുടങ്ങാതെ. എന്നുവെച്ചാൽ പറ്റത്തില്ല, നമുക്ക് പറ്റുന്ന ഒരു ഏരിയ അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. അന്ന് തുടങ്ങാൻ കാത്തു നിൽക്കാതെ അങ്ങനെ നമുക്കൊരു സിറ്റുവേഷൻ, നമുക്കൊരു ഇത് ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പം അങ്ങനെ അല്ലാതെ വഴക്കായിട്ടുണ്ട്, പ്രശ്നങ്ങളായിട്ടുണ്ട്. എടുക്കുന്നില്ലേ കൊച്ചിനെ? എടുക്കാം. അങ്ങനെയൊക്കെ ഇത് നിരന്തരം ഒരു ഫൈറ്റ് ആണ്. നമ്മൾ പറയുമ്പോൾ ലൈറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് തിരിച്ചു വരേണ്ടി വരിക എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു വർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി പോകുന്നതല്ലേ, അവിടെ ചെല്ലുമ്പോൾ പറ്റാണ്ടാവുക എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഭയങ്കര വിഷമം ഫീൽ ചെയ്യത്തില്ല. ഭയങ്കരമായിട്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സിനിമയിൽ, അത് പക്ഷെ പൈസയുടെയോ പ്രോഗ്രാമിൻ്റെയോ ഒന്നും അല്ല, ഉഗ്രം പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. എനിക്ക് സംവിധായകൻ ഒന്നാമത് ഒരു 3-4-5 പേര് ഒരുമിച്ച് നമ്മളോട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവർ, നിങ്ങൾ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഞങ്ങളെ ഹാസ്യമാക്കാനോ ഞങ്ങളെ ആക്ഷേപിക്കാനോ ആണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് അവരത് ഇൻ്റർപ്രറ്റ് ചെയ്ത്. 3-ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ ആ സിനിമയിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവർ കൈ കൊടുത്ത് ശരി എന്നാൽ പിന്നെ പിരിയാമെന്ന് പറഞ്ഞു. കാരണം ചില കാര്യങ്ങൾ അഭിനയിക്കാൻ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളാണ്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, എനിക്ക് ഈ ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ഇന്ന് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. പുള്ളി ജെസ്റ്റേഴ്സ് വരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കൈ ഇങ്ങനെ എടുത്തിട്ട് പറ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കൈ എടുക്കാൻ തോന്നുന്നു, അങ്ങനെ കൈ എടുക്കും. അങ്ങനെയല്ല, എനിക്ക് ആ കഥാപാത്രത്തിൽ കയറിയാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാഷസ്, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണക്കല്ല സിനിമ. 1+1 എഴുതി 2 പറഞ്ഞ് കിട്ടൂല. ഇത് കെമിസ്ട്രിയാണ്. ചില കാര്യങ്ങൾ ഒക്കുമ്പോഴേ ശരിയായി വരുള്ളൂ. H2ഉം Oയും കൂടെ ചെയ്യുമ്പോഴേ വെള്ളമാവുള്ളൂ. അത് കറക്റ്റായിട്ടുള്ള കെമിസ്ട്രിയും ബാലൻസും വന്നില്ലെങ്കിൽ അപ്പം നമ്മൾ അതിനും ഇപ്പം മനസ്സുകൊണ്ട് പ്രിപ്പയർഡാണ്. എല്ലാ സിനിമയിലും നമ്മളെ വിളിച്ചാൽ ഉടനെ ഇത് വർക്ക് ആവണമെന്നില്ല. ഇതൊക്കെ ലേണിംഗ് അല്ലേ. നമ്മളവിടെ പോയിട്ട് അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഓരോ സിനിമയും. നമ്മുടെ ലൈഫും അങ്ങനെയല്ലേ. ഇപ്പം ഞാൻ വേറൊരു വിഷയത്തിലൊക്കെ ഇപ്പം എന്താ പറയുക, നമ്മൾ പൊതുവേ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് പോകുന്ന വിഷയമൊക്കെ ചേച്ചി വളരെ സില്ലി ആയിട്ടുള്ള വിഷയമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം ഒരു കോ ആക്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അൺവാണ്ടഡ് ടച്ച്
ചേച്ചി ചിരിച്ചു കളഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ടച്ച് ചെയ്യാൻ ശരിക്കും വരണ്ടുപോയി. ആദ്യത്തെ ഞാൻ എപ്പോഴും ഒരു മൂന്നാമത്തെ പടം സിബി സാറിന്റെ പടത്തിൽ ഒരു തമിഴ് ആക്ടർ ഉണ്ടായിരുന്നു. അയാൾ കുറച്ച് മോശമായിട്ട് ടച്ച് ചെയ്ത്, മലയാളം പടത്തിന് തന്നെ ഒരു തമിഴ് ആക്ടർ അയാൾ മോശമായിട്ട് ഒരു അൺവാണ്ടഡ്, അവിടെ എല്ലാവർക്കും അറിയാം, അത് സാറിനും അറിയാം. എല്ലാരും മുന്നേ വെച്ചിട്ടാണ് ഷോട്ടില് ചെയ്യിക്കില്ല. താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോനെതിരെ പടയൊരുക്കം. തിരഞ്ഞെടുപ്പ് വേണമോ ശ്വേത തുടരണമോ എന്നതിൽ പെൺമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അഭിപ്രായ രൂപീകരണത്തിന് ശ്രമം തുടങ്ങിയത്. താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോനെതിരെ പടയൊരുക്കം തുടങ്ങി. തിരഞ്ഞെടുപ്പ് വേണോ ശ്വേത തുടരണമോ എന്നതിൽ പെൺമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായ രൂപീകരണത്തിന് ശ്രമം തുടങ്ങി. വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ശ്വേതയെ നേരത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിരുന്നു. സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങളും വിരുദ്ധ നിലപാടുകളും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഭരണസമിതിയുടെ നിലനിൽപ്പും അഡോക് സമിതിയുടെ നിയമസാധുതയും സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമാക്കിയും അമ്മയിലെ പവർ ഗ്രൂപ്പിനെ കടന്നാക്രമിച്ചും ശ്വേതാ മേനോൻ സമൂഹ മാധ്യമ പോസ്റ്റ് പങ്കുവച്ചതോടെ താരസംഘടനയിലെ പോര് വീണ്ടും ചൂടുപിടിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതരാണ് സംഘടനയിലെ ചിലരെ മുൻനിർത്തി തന്നെ അധിക്ഷേപിക്കുന്നതെന്നും താൻ എക്സിക്യൂട്ടീവിൽ ഉള്ളിടത്തോളം കാലം ആരോപണ വിധേയരായ ആരെയും സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ അനുവദിക്കില്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടതും സംഘടനയുടെ നേതൃത്വത്തിൽ വരാൻ ശ്രമിക്കുന്നതുമായ കുറ്റാരോപിതരുടെ പേരുകൾ ശ്വേത വ്യക്തമാക്കണമെന്ന് മാലാ പാർവതി സമൂഹ മാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനു താഴെ പരിഹാസ കമന്റുമായി ശ്വേത എത്തിയതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ വീണ്ടും സജീവമായി. കുറ്റാരോപിതർ ആരൊക്കെയാണെന്നും ആരെ സംരക്ഷിക്കാനാണ് ചേച്ചി സുപ്രീം കോടതി വരെ പോയതെന്നും ചേച്ചിക്കല്ലേ നന്നായി അറിയൂ എന്നായിരുന്നു മാലാ പാർവതിയുടെ പോസ്റ്റിന് താഴെ ശ്വേതയുടെ മറുപടി.